നമുക്ക് എല്ലാവർക്കും അറിയാം മസിൽ ബിൽഡിങ്ങിൽ ഡയറ്റിൻ്റെ ഇമ്പോർട്ടൻസ്. നിങ്ങളുടെ ഫിറ്റ്നസ് ജേർണി സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ച് നാളായെങ്കിൽ ഓട്സിൻ്റെ വാല്യൂ നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഒരു സ്മൂതി അല്ലെങ്കിൽ ഓട്ട് മീൽ ഇങ്ങനെയുള്ള ഫുഡ്സൊക്കെ ഇത്രയും അവൈലബിളും അഫോർഡബിൾ ആയിട്ടുള്ള ഓട്സ് വെച്ച് നമുക്ക് ഉണ്ടാക്കാം. ഓട്സിൻ്റെ പല റെസിപ്പിയിലും എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആണ് ഓവർനൈറ്റ് ഓട്സ്. ഇത് ഉണ്ടാക്കാനും വളരെ ഈസിയാണ്. അത് മാത്രമല്ല ഓൾമോസ്റ്റ് 35 grams ഓഫ് പ്രോട്ടീൻ നിങ്ങൾക്ക് ഇതിൽ കിട്ടും ഒരു സപ്ലിമെൻറ്റ് യൂസ് ചെയ്യാതെ. അപ്പോൾ ഇത് പ്രിപ്പയർ ചെയ്യാൻ എന്താ വേണ്ടതെന്ന് നമുക്ക് നോക്കാം. വാ, ഒരു ബൗൾ എടുക്കാം. ആദ്യം തന്നെ 100 grams ഓഫ് ഓട്സ്. കോംപ്ലെക്സ് കാർബ്സിൻ്റെ നല്ലൊരു സോഴ്സാണ് ഓട്സ്. ഓട്സിൽ നല്ല ഫൈബർ കണ്ടൻറ്റ് ഉള്ളതുകൊണ്ട് ഒരു ഫുൾ ഡേ നിങ്ങളുടെ വയറ് നിറഞ്ഞിരിക്കാൻ സഹായിക്കും. അത് കഴിഞ്ഞ് അതിലേക്ക് ഒരു ബനാന ആഡ് ചെയ്യാം. യൂഷ്വലി എല്ലാ ഓട്സ് റെസിപ്പിയിലും ഇതൊരു കീ ഇൻഗ്രീഡിയൻ്റ് ആണ്. ടേസ്റ്റിയറും ആണ്, നല്ല സോഴ്സ് ഓഫ് കാർബ്സും ആണ്. അപ്പോൾ പഴം ചെറുതായി അരിഞ്ഞ് ബൗളിലോട്ട് ആഡ് ചെയ്യാം. ഇതിലേക്ക് 200 ml മിൽക്ക് ആഡ് ചെയ്യാം. പാലിൽ ഗുഡ് ഫാറ്റ്സും പ്രോട്ടീനും ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് വെള്ളം കൊണ്ടുണ്ടാക്കാം, പക്ഷേ ന്യൂട്രീഷൻ ബെനിഫിറ്റ്സ് ഉള്ളതുകൊണ്ട് പാലാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിലൂടെ യോഗോട്ടും കൺസ്യൂം ചെയ്യാം, പക്ഷേ പാലും യോഗോട്ടും ഒരുമിച്ച് കൺസ്യൂം ചെയ്യാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. ചില ആൾക്കാർക്ക് രണ്ടും കൂടി കഴിക്കുമ്പോഴത്തേക്കും ഡൈജസ്റ്റീവ് ഇഷ്യൂസ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഒന്നെങ്കിൽ യോഗോട്ട് അല്ലെങ്കിൽ പാല്, ഏതെങ്കിലും ഒരെണ്ണം ആഡ് ചെയ്യാം. ഇതിൻ്റെ തിക്നെസ് കുറക്കാൻ വേണ്ടി കുറച്ച് വെള്ളം ചേർക്കാം, ഇറ്റ്സ് ഓക്കെ. 1 ടേബിൾ സ്പൂൺ പീനട്ട് ബട്ടർ ആഡ് ചെയ്യാം. പീനട്ട് ബട്ടർ നല്ലൊരു കാലറിക് ഡെൻസ് ഫുഡാണ്. അപ്പോൾ ഹൈ കാലറി കൺസ്യൂം ചെയ്യാൻ ഇറ്റ് വിൽ ബി എ വെരി ഗുഡ് സോഴ്സ്. അത് കഴിഞ്ഞ് ഒരു 1/2 സ്പൂൺ ഹണി ആഡ് ചെയ്യാം, ഇച്ചിരി ടേസ്റ്റ് വരാൻ വേണ്ടി. പിന്നെ നിങ്ങളുടെ കയ്യിൽ നല്ലൊരു വേ പ്രോട്ടീൻ ആണെങ്കിൽ ഒരു സ്കൂപ്പ് ആഡ് ചെയ്യാം. അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സപ്ലിമെൻറ്റ്സ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പ്രത്യേകം പറഞ്ഞാണ് നോർമൽ ഫുഡ്സ് തന്നെ ആവശ്യത്തിന് പ്രോട്ടീൻ കിട്ടും. ഇനി കുറച്ച് നട്ട്സും കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും ആഡ് ചെയ്യാം. നല്ലപോലെ മിക്സ് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കാം. എന്നിട്ട് രാവിലെ തന്നെ ഫസ്റ്റ് തിങ് നിങ്ങൾ കൺസ്യൂം ചെയ്യരുത്. അതല്ലാതെ നിങ്ങൾ വർക്കൗട്ട് ചെയ്തതിന് ശേഷം ഇത് കഴിക്കാം. ഇത് പ്രിപ്പയർ ചെയ്യാൻ വളരെ എളുപ്പമാണ്, ടേസ്റ്റിയാണ്. നിങ്ങളൊരു ബിഗിനറാണ്, കൺസിസ്റ്റൻ്റ് ആയി നിങ്ങൾ ഡയറ്റ് ഫോളോ ചെയ്യുന്ന ആളാണെങ്കിൽ ഈ ഓവർനൈറ്റ് ഓട്സ് റെസിപ്പി ഞാൻ തീർച്ചയായും റെക്കമെൻഡ് ചെയ്യുന്നു. നിങ്ങളുടെ ഫിറ്റ്നസ്സും ലൈഫ് ഇംപ്രൂവ്മെൻറ്റ് ജേർണിയിലും നിങ്ങളുടെ കൂടെ തന്നെ ഞാൻ കാണും. അടുത്ത വീഡിയോ കാണാം ഗൈസ്, ബൈ.